അർദ്ധരാത്രി 12 മണിയോടെ അദ്ദേഹത്തെ തേടിയെത്തിയ അതേ ഹോട്ടലിൽ താമസിച്ച മോഹൻലാലിന്റെ ഫോൺ കോൾ ആ രാത്രിയുടെ നിശബ്ദതയെ പൂർണ്ണമായും തിരുത്തിക്കുറിച്ച ഒന്നായിരുന്നു. പ്രിയദർശനും മോഹൻലാലും സുരേഷ് കുമാറിന് വേണ്ടി ചെയ്യാനിരുന്ന പ്രോജക്റ്റ് പ്രിയദർശന്റെ തിരക്ക് കാരണം ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു തർക്കത്തിന് കാരണം. പക്ഷേ കഥയോ തിരക്കഥയോ ഇല്ലാതെ എങ്ങനെ പെട്ടെന്നൊരു സിനിമ ചെയ്യും? ആ ആശങ്ക കമലിനെ വല്ലാതെ അലട്ടി. മേനക മകളെ പ്രസവിച്ച സമയമായതിനാൽ ആ വേഷം ശാന്തികൃഷ്ണയെ ഏൽപ്പിക്കുകയായിരുന്നു. പ്രേം നസീറിനെയും ഇന്നസെന്റിനെയും അനുകരിച്ചുള്ള ദിലീപിന്റെ മിമിക്രി ലൊക്കേഷന്റെ സജീവതയായി മാറി. MG ശ്രീകുമാറിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ യേശുദാസിനെ ഒഴിവാക്കി പാട്ടുകൾ MGക്ക് നൽകുകയായിരുന്നു. നമസ്കാരം. മനുഷ്യബന്ധങ്ങളുടെയും അപ്രതീക്ഷിത കൂട്ടുകെട്ടലുകളുടെയും മാന്ത്രിക ചരടിൽ നെയ്യപ്പെട്ടവയാണ് പല ചലച്ചിത്രങ്ങളും. അർദ്ധരാത്രിയുടെ നിശബ്ദതയിൽ അപ്രതീക്ഷിതമായി പിറവിയെടുത്ത് മലയാളിയുടെ മനസ്സിലേക്ക് ആടി ഉലഞ്ഞു കയറിയ അത്തരമൊരു ചിത്രമാണ് വിഷ്ണുലോകം. ചെന്നൈയിലെ ന്യൂ വുഡ്ലാൻഡ് ഹോട്ടൽ മുറിയിൽ പൂക്കാലം വരവായി എന്ന സിനിമയുടെ ഉത്തരാർദ്ധ ജോലികൾ കഴിഞ്ഞ് വിശ്രമിക്കുകയായിരുന്നു സംവിധായകൻ കമൽ. അർദ്ധരാത്രി 12 മണിയോടെ അദ്ദേഹത്തെ തേടിയെത്തിയ അതേ ഹോട്ടലിൽ താമസിച്ച മോഹൻലാലിന്റെ ഫോൺ കോൾ ആ രാത്രിയുടെ നിശബ്ദതയെ പൂർണ്ണമായും തിരുത്തിക്കുറിച്ച ഒന്നായിരുന്നു. മോഹൻലാലിന്റെ മുറിയിലേക്ക് കമൽ കടന്നു ചെല്ലുമ്പോൾ കണ്ടത് വിചിത്രമായൊരു ദൃശ്യമായിരുന്നു. രോഷാകുലനായ നിർമ്മാതാവ് സുരേഷ് കുമാർ, അദ്ദേഹത്തിന്റെ പാർട്ട്ണർ സനൽകുമാർ, സോഫയിൽ കിടക്കുന്ന പ്രിയദർശൻ, മദ്യലഹരിയിലായിരുന്ന നടൻ മുരളി, എഴുത്തുകാരൻ ടി എ റസാഖ് എന്നിവർ രേവതി കലാമന്ദിറിന് വേണ്ടി സിനിമ ചെയ്യുന്നില്ല എന്ന തർക്കമായിരുന്നു ആ മുറി നിറയെ. പ്രിയദർശനും മോഹൻലാലും സുരേഷ് കുമാറിന് വേണ്ടി ചെയ്യാനിരുന്ന പ്രോജക്റ്റ് പ്രിയദർശന്റെ തിരക്ക് കാരണം ഉപേക്ഷിക്കപ്പെട്ടതായിരുന്നു തർക്കത്തിന് കാരണം. അതിന് പരിഹാരമായിട്ടാണ് കമലിനെ അങ്ങോട്ട് വിളിപ്പിച്ചത്. രേവതി കലാമന്ദിറിന് വേണ്ടി മോഹൻലാൽ നീക്കിവെച്ച തീയതികൾ പാഴാകാതിരിക്കാൻ പ്രിയദർശന്റെയും മോഹൻലാലിന്റെയും തീരുമാനമായിരുന്നു കമലിനെ കൊണ്ട് ആ സിനിമ ചെയ്യിപ്പിക്കുക എന്നത്. ആ പാതിരാത്രിയിൽ കമലിന് കൈകൊടുപ്പിച്ച് ഉറപ്പിച്ച സിനിമയായിരുന്നു വിഷ്ണുലോകം. പക്ഷേ കഥയോ തിരക്കഥയോ ഇല്ലാതെ എങ്ങനെ പെട്ടെന്നൊരു സിനിമ ചെയ്യും? ആ ആശങ്ക കമലിനെ വല്ലാതെ അലട്ടി. അതിന് പരിഹാരമായി എത്തിയത് ടി എ റസാഖ് ആയിരുന്നു. സൈക്കിളജ്ഞത്തിന്റെയും ലഹരിയുടെയും കഥയായിരുന്നു ടി എ റസാഖ് കമലിന് മുന്നിൽ അവതരിപ്പിച്ചത്. ആ കഥ വളരെയധികം ഇഷ്ടപ്പെട്ട കമലിന് കൂടുതൽ ആത്മവിശ്വാസമുണ്ടായി. ഇതിലെ സാവിത്രിയായി ആദ്യം തീരുമാനിച്ചിരുന്നത് മേനകയാണ്. മേനക മകളെ പ്രസവിച്ച സമയമായതിനാൽ ആ വേഷം ശാന്തികൃഷ്ണയെ ഏൽപ്പിക്കുകയായിരുന്നു. ഫോണിലൂടെയാണ് മോഹൻലാൽ കഥ കേൾക്കുന്നത്. പാലക്കാട് പുലാപ്പാറ്റയിലെ ക്ഷേത്രപ്പടികളും ആൽത്തറയും പടിപ്പുരകളും പശ്ചാത്തലമാക്കിയാണ് പ്രധാന രംഗങ്ങൾ ഷൂട്ട് ചെയ്തത്. 90% രാത്രിയിലായിരുന്നു ഷൂട്ടിംഗ്. വൈകുന്നേരം 6 മണിക്ക് മലമ്പുഴയിലെ പാടശേഖരങ്ങളിൽ തുടങ്ങി പുലർച്ചെ 5 മണിവരെ നീളുന്ന സൈക്കിൾ യജ്ഞത്തിന്റെ ചിത്രീകരണം. ക്ഷീണം കൊണ്ട് ഉറങ്ങിപ്പോകുന്ന ആ രാവുകളിൽ അണിയറ പ്രവർത്തകരിൽ ഊർജ്ജം നിറച്ചത് അന്ന് അസിസ്റ്റന്റ് ഡയറക്ടറായിരുന്ന ദിലീപായിരുന്നു. പ്രേം നസീറിനെയും ഇന്നസെന്റിനെയും അനുകരിച്ചുള്ള ദിലീപിന്റെ മിമിക്രി ലൊക്കേഷന്റെ സജീവതയായി മാറി. പാംഗ്രേവ് ഹോട്ടൽ വെച്ചാണ് പാട്ടുകൾ ചിട്ടപ്പെടുത്തിയത്. സുരേഷ് കുമാറിന്റെ ആദ്യ ചിത്രം മുതൽ ഒപ്പമുണ്ടായിരുന്ന രവീന്ദ്രമാഷാണ് സംഗീതം നൽകിയത്. ഗാനരചന കൈതപ്രഭു. MG ശ്രീകുമാറിനെ പ്രൊമോട്ട് ചെയ്യുക എന്ന ഉദ്ദേശത്തോടെ യേശുദാസിനെ ഒഴിവാക്കി പാട്ടുകൾ MGക്ക് നൽകുകയായിരുന്നു. 1951 രാജ്കുമാർ സംവിധാനം ചെയ്ത ആവാരാഹു എന്ന ഹിന്ദി സിനിമയിലെ ആവാരാഹു എന്ന ഗാനം കമലിന്റെ നിർദ്ദേശപ്രകാരമാണ് മോഹൻലാലിനെ കൊണ്ട് പാടിച്ച് ഈ സിനിമയുടെ ഭാഗമാക്കിയത്. ടൈറ്റിൽ ഗാനം ആലപിച്ച മലേഷ്യ വാസുദേവിന് വേണ്ടി കൈതപ്രം തന്നെ വെള്ളിത്തിരയിൽ പ്രത്യക്ഷപ്പെട്ടു. ചെന്നൈയിൽ നിന്ന് ഒരു ഹിന്ദി അധ്യാപകനെ വരുത്തി ആവാരാഹു എന്ന ഗാനം കാസറ്റിൽ പ്ലേ ചെയ്യിപ്പിച്ച് അതിൻ്റെ ഉച്ചാരണങ്ങളും അർത്ഥങ്ങളും മനസ്സിലാക്കിച്ചാണ് രവീന്ദ്രൻ മോഹൻലാലിനെ കൊണ്ട് ആ ഗാനം പഠിപ്പിച്ചത്. സാങ്കേതിക പ്രവർത്തകരുടെയും ക്യാമറാമാൻ ഷാലു ജോർജിന്റെയും രാപ്പകൽ അധ്വാനം കാരണം കൃത്യം 40-ാം നാൾ ചിത്രീകരണം പൂർത്തിയായി. ഒരു വിഷുകാലത്ത് മമ്മൂട്ടിയുടെ വമ്പൻ റിലീസിനോട് മത്സരിച്ച് ചിത്രം വൻ വിജയമായി മാറി. അർദ്ധരാത്രിയിൽ പിറന്ന് 40 രാവുകൾ കൊണ്ട് പൂർത്തിയായി മലയാള സിനിമയുടെ അവിസ്മരണീയ അധ്യായമായി മാറിയ ചിത്രമായിരുന്നു കമലിന്റെ 120 മിനിറ്റുകളുള്ള മനോഹര ചിത്രം വിഷ്ണുലോകം.